സംസ്ഥാനത്തെ തീരദേശത്ത് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും ജാഗ്രതയും സുരക്ഷയും കർശനമാക്കുന്നു. കടൽ മാർഗം തീവ്രവാദികൾ നുഴഞ്ഞു കയറാനും ആക്രമിക്കാനും സാധ്യതയുണ്ടെന്ന കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണിത്. ഇത് സംബന്ധിച്ച് എറണാകുളം മേഖല ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഫിഷറീസ് ഓഫീസുകൾക്കും അടിയന്തര സന്ദേശം നൽകിയിട്ടുണ്ട്. കടലിലൂടെ അന്തർവാഹിനികൾ വഴിയാണ് നുഴഞ്ഞുകയറ്റത്തിന് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിനിറങ്ങുന്ന ബോട്ടുകളും വള്ളങ്ങളും തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണം. അന്തർവാഹിനികൾക്ക് 25 മുതൽ 30 ദിവസം വരെ കടലിൽ തങ്ങുവാൻ സാധിക്കും. എന്നാൽ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി ഇവയ്ക്ക് സമുദ്രോപരിതലത്തിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. ഈ സമയം അന്തർവാഹിനികളുടെ മുകൾ ഭാഗം ഒരു കുന്തമുന പോലെയാണ് സമുദ്ര ഉപരിതലത്തിൽ ദൃശ്യമാവുക. ഇത്തരത്തിലുള്ള വസ്തുക്കൾ കാണുകയാണെങ്കിൽ അവയുടെ GPS ഏരിയ സഹിതം മത്സ്യത്തൊഴിലാളികൾ അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണമെന്നും എറണാകുളം മേഖല ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ സർക്കുലറിൽ പറയുന്നു. അതേസമയം അതിർത്തി കടന്ന പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സേന നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ജലപാതയോട് ഏറെ അടുത്ത് കിടക്കുന്ന വിഴിഞ്ഞം തീരത്തും സമീപ തീര പ്രദേശങ്ങളിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലും കടലിലും അതീവ ജാഗ്രത പുലർത്താനാണ് തീരസംരക്ഷണ സേന, തീരദേശ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് തുടങ്ങിയ ഏജൻസികൾക്ക് ഉന്നതതല നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. കടലിൽ 24 മണിക്കൂറും പെട്രോളിംഗ് നടത്താനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയ അധികൃതർ ഇപ്പോൾ അവധിയിലുള്ള സേനാംഗങ്ങളെ മടക്കി വിളിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആർക്കും അവധി അനുവദിക്കുന്നില്ല. കഴിഞ്ഞ ദിവസത്തോടെയാണ് സേനാ വിഭാഗങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചത്. നിർദ്ദേശം ലഭിച്ച ഉടൻ തന്നെ സുരക്ഷാ ഏജൻസികളുടെ ബോട്ടുകൾ കടലിൽ പെട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും സ്ഥിതി വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. തീരദേശത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതേസമയം തന്നെ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ്. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷ് ഇ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ ആക്രമണത്തിന് പദ്ധതിയിടുന്നെന്നാണ് ഇന്റലിജൻസ് ലഭിച്ചിരിക്കുന്ന വിവരം. രാജ്യത്തെ വൻ നഗരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലുമാണ് ആക്രമണത്തിന് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യം. പാകിസ്ഥാന്റെ ഭീകര സംഘടനയായ ജെയ്ഷ് ഇ മുഹമ്മദാണ് ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായി വിവരം ലഭിക്കുന്നത്. രാജ്യത്ത് ഭീകരാക്രമണ സാധ്യത മുൻനിർത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലുള്ള എല്ലാ സ്റ്റേഷനുകളിലും വെസ്റ്റേൺ റെയിൽവേ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.